ഹലോ ഷദാസോമിലൊക്കെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഐഷ സലീം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായി വീഡിയോസൊക്കെ ഇടാതെ. ഒരുപാട് ആൾക്കാർ വീഡിയോസ് ഇടുന്നതിലൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നു മുതൽ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഇടാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല. മോന് സ്കൂളിൽ കൊണ്ടുവന്ന ലഞ്ച് ബോക്സാണ്. വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ച് ബോക്സിൻ്റെ വീഡിയോസാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറാണ് കേട്ടോ. നല്ല ടൈഗർ ഏരിയയിലെ ചോറാണ്, നല്ല ചോറും. പിന്നെ ഞാൻ പുളിശ്ശേരിയാണ് കേട്ടോ, വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീൻ ഫ്രൈ. പിന്നെ രാവിലത്തെ നാസ്ത കേട്ടോ, ഇഡ്ഡലിയാണ് ഉണ്ടാക്കി രാവിലെ കഴിക്കാൻ കുട്ടികൾക്ക്. നമുക്കത് ലഞ്ച് ബോക്സ് റെഡിയാക്കാം. പുസ്തകമെല്ലാം എടുത്ത് വെച്ചല്ലേ പാപ്പു? ബാഗെല്ലാം റെഡിയല്ലേ? സെമ്മിക്കൽ സെറ്റാക്കട്ടെ. നമുക്ക് ചോറിടാം. ഞാൻ ഇതിലേക്ക് ചോറ് സെറ്റാക്കട്ടെ. അപ്പോൾ വളരെ കുറച്ച് ചോറ് ഞാൻ ഇട്ടിരുന്നു. അത്രയും കഴിക്കും കുട്ടികൾ, വെറുതെ വേസ്റ്റ് ആക്കണ്ട. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് കൊടുത്താൽ മതിയല്ലോ. നമുക്ക് ശേഷം വെള്ളരിക്ക പുളിശ്ശേരിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. ഓക്കെ, പുളിശ്ശേരി ഇട്ട് ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ കൊടുക്കാം. വേനു എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് നോക്ക്. സ്കൂളിൽ പറഞ്ഞു വിടുന്നത് വരെ ഒരു ബഹളമൊക്കെ തന്നെയാണ്. കാരണം ഫുഡൊന്നും പെട്ടെന്ന് കഴിക്കില്ല, അതാക്കില്ല, അവിടെ ഇവിടെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യും. അപ്പോഴേക്കും വണ്ടി വരും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ചെമ്മീൻ ഫ്രൈ, നല്ല വെള്ളരിക്ക പുളിശ്ശേരി, ചോറും. ഓക്കെ, ഇന്നിത്ര പോരെ? സ്പൂൺ വെച്ചിട്ടുണ്ട്. ഇനി കുപ്പിയിൽ പക്ഷേ ചൂടും കൂടെ എടുത്തെങ്കിൽ സംഭവം റെഡി. ഓക്കെ, ഇതിൽ എനിക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സെറ്റായി ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണം. അപ്പോൾ ഞാൻ തൊപ്പിപ്പോൾ ഒന്നുമില്ല, കുറച്ച് ബദാം ഇട്ടിട്ടുണ്ട്. ഒരു 4-5 ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്നാക്സ് പിന്നെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ സ്കൂളിൽ സ്നാക്സ് നമ്മൾ കൊടുത്തിടേണ്ട ആവശ്യമില്ല, സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ഇവിടുന്ന് എന്തെങ്കിലും വേണം. അതുപോലെ എന്തെങ്കിലും ബോക്സിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ എത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പിന്നെ പാപ്പുവിന് വേണ്ടേ? പാപ്പുവിന് സ്കൂളിൽ ചോറൊക്കെ ഉണ്ട്. എന്നാലും മോന് കൊണ്ടുപോകുമ്പോൾ ഓക്കൊരാഗ്രഹം, ഓക്കും വേണം. അല്ല പാപ്പു, ഇത് ശരിയായിരിക്കും. എന്തോ കടു വേണം. അപ്പം ഇനി പാപ്പുവിന് ഇതുപോലെ തന്നെ. പാപ്പുവിന് പുളിശ്ശേരി വേണ്ടെന്നല്ല പറഞ്ഞേ. അതെ, എന്നാൽ സ്കൂളിൽ എന്ത് കറി? പാപ്പുവിന് അങ്ങനെ ഉണ്ട് കേട്ടോ. സ്കൂളിൽ നല്ല കറിയുള്ള ദിവസം ഇവിടെ നിന്നൊന്നും വേണ്ട. അല്ലാത്ത ദിവസമാണെങ്കിൽ ഇഷ്ടപ്പെടാത്ത ദിവസമാണെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകും. എന്തത് ഹോംവർക്ക് ചെയ്യാത്തത് ബാക്കിയുള്ളതിൻ്റെ ഒന്നും ചെയ്തില്ലേ? ശരിയല്ല, ഒരു ദിവസം പറഞ്ഞു കേട്ടോ. അപ്പോൾ പപ്പുവിൻ്റെതായി ഇനി ഫ്രൈ ഇട്ടാൽ മതി അല്ലേ? പപ്പുവിന് ഫ്രൈ വേണോ? വേണ്ടപ്പോൾ പാപ്പുവിന് പിന്നെ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുത്തിടേണ്ടി വരുന്നു. കാരണം പാപ്പുവിൻ്റെ ഫ്രണ്ട്സിനും കൂടെ കരുതണം. അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ, സ്കൂളിൽ കുട്ടികൾ ഒരുമിച്ച് കഴിക്കുന്നത് അല്ലേ? പാപ്പു കൊടുക്കലുണ്ടോ എന്നിട്ട് എല്ലാവർക്കും? കൊടുക്കണം. കുട്ടികളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ കൊടുത്തു വിടും. അവരെല്ലാവരും ഒരുമിച്ച് കഴിക്കും. ഷെയർ ചെയ്ത് കഴിക്കും അല്ലേ? നമുക്കൊന്ന് ചെയ്തതാകട്ടെ. പക്ഷെ അന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒന്നും അല്ല കേട്ടോ. നമ്മളോട് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് വേണമെങ്കിൽ കഴിച്ചു എന്ന് പറയും. അതുപോലെ തരാനുള്ള സാഹചര്യം ഒന്നും വീട്ടിലില്ല.
സെറ്റ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പം ഞാനുള്ളൊരു തുണി വെച്ച് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ. അത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടിയുടെ ലഞ്ച് ബോക്സ് റെഡി. അപ്പോൾ കുട്ടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. അപ്പോൾ ഒരാളത് എല്ലാം റെഡിയായി. പാപ്പുട്ടി വലൈക്കും സലാം. ശ്രദ്ധിച്ച് പോ. അപ്പൻ്റെ പിന്നെ വണ്ടിയുടെ റോട്ടിലേക്ക് വരും. എന്തിന് നോക്കിയിട്ട് പോ. ബേച്ചല് വണ്ടി വരാറായി. പാപ്പൂട്ടി പോയി. നിൻ്റെ വണ്ടി വന്നിട്ടേ അതിൻ്റെ വണ്ടി. ആ ഷൂ ഇട് നമുക്ക്. ഷൂ എല്ലാം ഇട്ടിട്ട് നോക്കാം. ടി വി നോക്കണോ വേണ്ടതെന്ന് കേട്ടാ. കൊണ്ടാ ഷൂ ക്ലീൻ ആക്കട്ടെ. അപ്പം മോൻ്റെ ബാഗും റെഡിയായി. ഇനി മോൻ്റെ വണ്ടി വരാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 8:30 മണി കഴിഞ്ഞതേ ഉള്ളൂ. വണ്ടി വരുമ്പോൾ എന്തായാലും 9 മണിയൊക്കെ ആന്നു. ഓക്കെ, ഇനിയിപ്പോൾ ബാക്കി പണിയാന്നുള്ളത് കണ്ടില്ലേ. കുട്ടികൾ പോയി. ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീനിങ് ഒക്കെ അവർ പോയി കഴിഞ്ഞിട്ടേ നടക്കും. മൊത്തം അവിടെ ഇടയ്ക്ക് വലിച്ചു കയറിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഉറങ്ങി എണീച്ച ബെഡ്ഷീറ്റ് ആളെല്ലാം റെഡിയായിരിക്കുന്നുണ്ട്. ടാ എന്താണാന്ന് ടി വി എന്താ വണ്ടി എന്നാ അറിയോ? അപ്പം നമുക്കിനി അടുത്ത പണി ഇതൊക്കെ തന്നെയാണ്. മൊത്തം ക്ലീനിങ് അല്ലേ. ഒരാൾ ഇന്നലെ കൊണ്ട് ലഞ്ച് ബോക്സ് കളഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം മറ്റേത് മതിയായിട്ട് അതുകൊണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ക്ലീനിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ഓക്കേ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ പറഞ്ഞേ. ധന്യോ ബൈ പറഞ്ഞേ. ബൈ ബൈ.